നമസ്കാരം. കെ ടി ജലീലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നു. പലരും അത് ഏറ്റുപിടിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഒരു ഒരു ഫോട്ടോയാണ് അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത്, പാണക്കാട് നിന്നുള്ള പ്രത്യേക അറിയിപ്പ്. അറബിക്കടലിൽ വേണ്ടത്ര വെള്ളമില്ലാത്തതിനാൽ PM ശ്രീ കടലിലെറിയുന്നത് മാറ്റിവെച്ചു എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്ന ഒരു പരിഹാസ രൂപേണയുള്ള ഒരു ചിത്രം. കാരണം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ഒളിച്ചുകളികളുണ്ട്. ആ ഒളിച്ചുകളികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, PM ശ്രീ പദ്ധതിയിൽ കഴിഞ്ഞൊക്കെ പോയ LDF സർക്കാർ ഒപ്പിട്ടു എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം. അതുകൊണ്ട് തന്നെ ആ പദ്ധതിയിൽ ഒപ്പിട്ടുകൊണ്ട് തന്നെ നിലവിലുള്ള സംസ്ഥാന സർക്കാരിന് അതിൽ നിന്ന് മാറാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു വിഭാഗവും അക്കൂട്ടത്തിൽ ഉണ്ട്. ഇതിൻ്റെ പിന്നാലെ ഇടതുപക്ഷം പറയുന്നത്, ഞങ്ങൾ ആകെ ഒപ്പിട്ടത് MOU മാത്രമാണ്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അത് മാത്രം, അതായത് ധാരണാപത്രം മാത്രമാണ് ഞങ്ങൾ ഒപ്പിട്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇത് വാലിഡ് അല്ല എന്നും പറയുന്നു. ആ ധാരണാപത്ര പ്രകാരം ഒപ്പിട്ടിരിക്കുന്നു, അല്ലാതെ അതിനപ്പുറത്തേക്ക് ഞങ്ങൾ മറ്റൊന്നും ഒപ്പിട്ടിട്ടില്ല, കരാറിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് രണ്ട് തട്ടിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ UDF പറയുന്നത് കഴിഞ്ഞു പോയ സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിക്കേണ്ടിയിരുന്ന 90 ചില്ലുവാനം കോടി രൂപ വാങ്ങി. എന്നാൽ ഇടതുപക്ഷം പറയുന്നത്, ഞങ്ങളങ്ങനെ ഒപ്പിട്ടിട്ടില്ല, വെറും മെമ്മോറാണ്ടം മാത്രമാണ്, അതായത് ധാരണാപത്രം മാത്രമാണ് ഒപ്പിട്ടത്, ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫണ്ട് SSA ഫണ്ടാണ് എന്നും പറയുന്നു. ഇത് രണ്ട് അവകാശവാദങ്ങളാണ് പല തലങ്ങളിലായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാം. അതിങ്ങനെ ചർച്ചയിൽ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതൊന്നുമല്ല. ഇത് UDF എന്ന് പറയുന്ന, അല്ലെങ്കിൽ UDFനെ നയിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നതോ അല്ലെങ്കിൽ LDFിലെ പിണറായി വിജയൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പറയുന്നതോ ഒന്നുമല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതിലൊന്നുമല്ലാതെ ഇത് കാരണം സമ്മർദ്ദത്തിലാകുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. മുസ്ലിം ലീഗാണ് ഇക്കാര്യത്തിൽ ഒപ്പിട്ടാലും ശരി ഒപ്പിട്ടില്ലെങ്കിലും ശരി ഏറ്റവും അധികം പ്രതിസന്ധിയിലേക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലേക്കും പോകാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ലീഗാണ്. എന്തുകൊണ്ടാണ് ലീഗ് അങ്ങനെ ആകുന്നത് എന്ന് ചോദിച്ചാൽ, ലീഗ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടാണ്. ന്യൂനപക്ഷത്തിൻ്റെ മുഖമായി വരുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് ന്യൂനപക്ഷത്തിൻ്റെ അവകാശ സംരക്ഷണവുമായി നേരിട്ട് നിന്നേ പറ്റൂ. ആ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് ഇപ്പോൾ ആകെ സമ്മർദ്ദത്തിലായിരിക്കുന്നെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം തന്നെ UDF യോഗം ചേർന്നതിന് ശേഷം അടൂർ പ്രകാശ് വന്നിട്ട് പറഞ്ഞത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതേസമയം കുഞ്ഞാലിക്കുട്ടി വന്നിട്ട് പറഞ്ഞത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, കുഞ്ഞാലിക്കുട്ടി പറയുന്നത്, ഞങ്ങൾക്ക് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച UDF യോഗത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നു. അപ്പോൾ UDFിൻ്റെ ഈ UDF നയങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ UDFുമായി ചേർന്ന് നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായ VD സതീശൻ എടുക്കുന്ന ഏതൊരു നിലപാടിനെയും അനുകൂലിക്കേണ്ട അവസ്ഥയിലേക്ക് ലീഗ് മാറുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ലീഗിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് KT ജലീൽ എന്ന് പറയുന്ന മുൻ MLA ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഇട്ടത്. അതായത് പാണക്കാട് നിന്നുള്ള അറിയിപ്പ്, അറബിക്കടലിൽ വേണ്ടത്ര വെള്ളമില്ലാത്തതിനാൽ PM ശ്രീ കടലിലെറിയുന്നത് മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. അതായത് എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, KM ഷാജി എന്ന് പറയുന്ന ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു, PM ശ്രീ പദ്ധതി ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞു കളയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുപക്ഷത്തെ BJPയുമായി കൂട്ടിക്കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെയ്ത്തായിരുന്നു. അത് മാത്രവുമല്ല, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയെ കൊണ്ട് തന്നെ ഞങ്ങൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെപ്പിക്കും എന്ന് നമ്മുടെ K സുരേന്ദ്രൻ എന്ന് പറയുന്ന മുൻ BJP സംസ്ഥാന അധ്യക്ഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇവിടെ മുഗളന്മാരുടെയും മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെ ചരിത്രം പഠിപ്പിക്കാത്ത ഈ NEP പോലെയുള്ളൊരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ആവിഷ്കരിക്കുന്നതിന് മുസ്ലിം ലീഗ് കൂട്ടുനിൽക്കുന്നു. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ KM ഷാജി പറഞ്ഞ അന്നത്തെ വാക്കുകളൊക്കെ വെറും വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്ന് പരിഹാസ രൂപേണ പറഞ്ഞിരിക്കുകയാണ് KT ജലീൽ. ഇനി KT ജലീൽ വേറെ ചില കാര്യങ്ങൾ കൂടി എന്നോടൊപ്പം തന്നെ ഒരു കുറിപ്പായിട്ട് ചേർക്കുന്നുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി 251 നിന്നും 125 ശതമാനമാക്കി കുറച്ചതിനാൽ നിസ്സാര വിലയ്ക്ക് ലഭ്യമാകുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ഒരു കൃത്രിമ കുളമുണ്ടാക്കി PM ശ്രീ അതിലേക്ക് എറിഞ്ഞാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്.
അതായത് ഇത് നമ്മൾ നോക്കിക്കോളൂ, ഇവിടെ പിന്നെ നമുക്ക് ബക്കാഡി എന്ന് പറയുന്ന ഒരു കമ്പനി നിർമ്മിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി 251% നിന്നും 125% കഴിഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു പക്ഷേ നമ്മുടെ മന്ത്രിമാർ പോലും അറിയാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനമായി തന്നെ അത് കാണാം. അപ്പോൾ അതിനെ കൂടെ ഭംഗ്യന്തരേണ വിമർശിക്കുകയാണ് കെ ടി ജലീൽ എന്ന് നമുക്ക് കാണാം. അപ്പോൾ കെ ടി ജലീൽ അതും കൂടി പറഞ്ഞു വയ്ക്കുന്നു. കാരണം എന്താ, അങ്ങനെ വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ ധാരാളമായി ലഭിക്കാൻ പോകുന്നു. അപ്പോൾ അത്രയും കുറഞ്ഞ വിലയ്ക്ക് കുറഞ്ഞ നിരക്കിൽ കിട്ടുന്ന ഈ മദ്യം കൊണ്ടൊരു കുളമുണ്ടാക്കുക. അങ്ങനെ ഒരു കുളമുണ്ടാക്കിയതിന് ശേഷം ആ കുളത്തിൽ ഈ പറയുന്ന PM ശ്രീ പദ്ധതി എടുത്തെറിയുക. അതായത് അങ്ങനെയെങ്കിലും ഒരു മനസ്സിനൊരു ആശ്വാസം ലഭിക്കട്ടെ മുസ്ലിം ലീഗുകാർക്ക് എന്നുള്ള രീതിയിൽ ജലീൽ ആക്ഷേപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അക്ഷരാർത്ഥത്തിൽ കെ ടി ജലീലിനെ പോലെയുള്ള നേതാക്കന്മാർക്ക് വലിച്ചു കീറാൻ പാകത്തിന് മുസ്ലിം ലീഗിനെ ഇട്ടുകൊടുത്തത് ഒരുപക്ഷെ ഇവരുടെ നയങ്ങളാവാനാണ് സാധ്യത. അതായത് ശരിക്കും പറഞ്ഞാൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇവിടെ ഒരുതരം സംഘിവൽക്കരണം ഇതിലേക്ക് വന്നു ചേരുന്നത് പോലെയുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ സംഘിവൽക്കരണം വരും, ഇവിടെ ഒരു RSSൻ്റെ അജണ്ട നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ്. കാരണം NEP പോലെയുള്ള നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ നമ്മൾ ഭയക്കുന്ന പലതും സംഭവിക്കേണ്ടി വരും. കഴിഞ്ഞ ഈ സർക്കാർ ഏകദേശം 265 സ്കൂളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് NEPക്ക് വേണ്ടിയിട്ടുള്ള മാതൃകാ സ്കൂളുകളാക്കാൻ, മോഡൽ സ്കൂളുകളാക്കാൻ വേണ്ടി ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ UDF സർക്കാരിന് ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയും. എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ പറയുന്ന മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. ഇനിയും കാലാവധി തീരാൻ വളരെ കുറച്ച മാസങ്ങൾ മാത്രമാണ് ഇപ്പോൾ അതായത് NEP, അതായത് ഈ പറയുന്ന PM ശ്രീയുടെ കാലാവധി അവസാനിക്കാൻ വളരെ കുറഞ്ഞ മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കുറഞ്ഞ മാസങ്ങൾ മാത്രമുള്ള ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഈ പറയുന്ന പോലെ ഇതിങ്ങനെ ഈ പറയുന്ന ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിടുക്കപ്പെട്ട ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നതാവും UDFനെ സംബന്ധിച്ചിടത്തോളം ഉചിതം എന്ന് തോന്നുന്നു. കാര്യം SSA ഫണ്ട് ഇവിടെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, കേന്ദ്ര സർക്കാർ പോലും പറഞ്ഞു കഴിഞ്ഞു. അതായത് ജയന്ത് ചൗധരി കഴിഞ്ഞ ദിവസം നടത്തി പിന്നെ 2 MPമാർ, അതായത് ജബി മേത്തർ അടക്കമുള്ള 2, അബ്ദുൽ വഹാബും ജബി മേത്തറും ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇടതുപക്ഷത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിൽ, സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഉത്തരം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് ഒപ്പിട്ടതെന്നും അതേസമയം PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതുപ്രകാരം PM ശ്രീ പദ്ധതിയുടെ ഫണ്ടല്ല, പകരം SSA ഫണ്ടാണ് കഴിഞ്ഞ സർക്കാരിന് അനുവദിച്ച് നൽകിയിട്ടുള്ളത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഒരുപക്ഷെ UDF എന്ന് പറയുന്ന മുന്നണിയെ അല്ലെങ്കിൽ പുതിയ സർക്കാരിനെ വല്ലാതെ സമ്മർദ്ദത്തിൽ ആക്കുന്ന തരത്തിലേക്ക് പോകുമോ എന്നുള്ള സംശയവും ഇപ്പോൾ നിലനിൽക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരുപക്ഷെ കെ ടി ജലീൽ ഉയർത്തിയിരിക്കുന്ന ഈ ഒരു പരിഹാസം ഇത് നല്ല രീതിയിൽ ഒരുപക്ഷെ മുസ്ലിം ലീഗ് നേതാക്കന്മാർ എടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോൾ തന്നെ UDF യോഗത്തിൽ ചർച്ച ചെയ്തു എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെ കള്ളമായി എങ്ങും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലും അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇവിടെ ലീഗിന് വല്ലാതെ അത് സാമുദായികമായി പോലും ക്ഷീണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജലീലിനെ പോലെയുള്ള ആളുകൾ ഇതുപോലെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പലതും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയും, അതും വിമർശനാത്മകമായ ഇത്തരം പോസ്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല.